ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ വന്ദനം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നാം ചെയ്യുന്ന ഈ ശുശ്രൂഷ മുഖാന്തരം യേശുവിന് മഹത്വം കിട്ടണം. എങ്ങനെയാണ് യേശുവിന് മഹത്വം കിട്ടുന്നത്? നാം ഈ വചനം സ്വീകരിച്ച് വചനപ്രകാരം ജീവിക്കാൻ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ യേശു നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ വരും, നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് യേശു വരും. എങ്ങനെയാണ് പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് യേശു വരുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. അപ്പോൾ നാം യേശുവിനെ സ്തുതിക്കും. അങ്ങനെയാണ് യേശുവിന് മഹത്വം കിട്ടുന്നത്. യേശു എല്ലാം ചെയ്യുന്നു. യേശു എന്തും ചെയ്യും. ഒരു നല്ല പാട്ട്, മനോഹരമായ പാട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണ്, യേശു എന്തും ചെയ്തിടുമേ, യേശു അത്ഭുതവാനാണ്. അതെ, യേശു അതിശയം ചെയ്യുന്ന ദൈവമാണ്. യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല പ്രിയരെ. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ശിശു, ഒരു മകൻ ജനിക്കുന്നതായിട്ട് പ്രവാചകൻ കാണുകയാണ്. പ്രവാചകൻ നോക്കുമ്പോൾ അവൻ്റെ തോളിൽ ആധിപത്യം ഇരിക്കുന്നു. അതോറിറ്റി, അധികാരം, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ കർത്താവ് പേരെഴുതി കാണിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ പേര്, ആ ശിശുവിൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഒരാൾക്ക് എത്ര പേരാ! ആധിപത്യം തോളിലുള്ളവൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. കർത്താവിന് സ്തോത്രം. ആ ശിശു ആരാണ്? അതാണ് യേശുക്രിസ്തു. യേശു ജനിക്കുന്നതിന് 750 വർഷം മുമ്പാണെന്ന് പറഞ്ഞതെങ്കിലും 750 വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം 700 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കന്യക ഗർഭിണിയായി. അതും ഒരു പ്രവചനമായിരുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് അതും പ്രവചനമായിരുന്നു. പ്രവചനങ്ങൾ എല്ലാം നിറവേറും. പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. അനേക പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞു. മകനെ, പ്രിയമകളെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും വ്യക്തിപരമായൊരു ദൂത് കിട്ടിയിട്ടുണ്ടോ? വ്യക്തിപരമായ ഒരു പ്രവചന ശബ്ദം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? വ്യക്തിപരമായ ദൈവത്തിൻ്റെ ആലോചനകൾ, റീമ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത് കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു പ്രവചനം കിട്ടിയിട്ടുണ്ട്, എനിക്ക് പ്രവചന ദൂതം കിട്ടിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് പറഞ്ഞാൽ പ്രവചനം നിറവേറുകയില്ല. ദൈവഭയത്തോടെ ദൈവവചനത്തിൽ വിശ്വസിച്ച് നിന്റെ ജീവിതം മകനെ നീ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ ആ പ്രവചനങ്ങളെല്ലാം നിന്റെ മേൽ കർത്താവ് നിറവേറ്റും. സ്തോത്രം. ഈ യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന മന്ത്രിയാണ്. അങ്ങനെ ഒരു മന്ത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മിനിസ്റ്ററെ കുറിച്ച്? ഇല്ല. ഞാൻ അത്യാവശ്യം കുറേ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജോലി സംബന്ധിച്ചും ദൈവവേലയൊക്കെ ആയിട്ടും. സ്തോത്രം. പക്ഷെ എങ്ങും കണ്ടിട്ടില്ല അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെക്കുറിച്ച്. അങ്ങനെ ഒരു വകുപ്പില്ല. നമ്മൾ ഒത്തിരി വകുപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മന്ത്രിമാരുടെ വകുപ്പ്, റവന്യൂ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ഇല്ലേ? അങ്ങനെ ഭക്ഷ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, എത്ര വകുപ്പുകളുണ്ട്, ഇല്ലേ? വ്യവസായ വകുപ്പ്, പൊതുകാര്യ വകുപ്പ്, ഒരുപാട് വകുപ്പുണ്ട് മന്ത്രിസഭയിൽ. പക്ഷേ ഒരേ ഒരു പേരുള്ള ഒരുവനേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത്ഭുതം പ്രവർത്തിക്കുന്ന മന്ത്രി. വേറെ മന്ത്രിമാരാരുമില്ല. കർത്താവിന് സ്തോത്രം. അത്ഭുത മന്ത്രിയാണ് യേശുക്രിസ്തു. മകനെ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി, നമ്മുടെ ശക്തിക്ക് അതീതമായി പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. ബുദ്ധി പറയും ഇതൊന്നും നടക്കണ കാര്യമല്ല, കാരണം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നടക്കുകയില്ല.
സാധ്യതകളില്ല. പക്ഷേ ബുദ്ധിക്ക് അതീതമായി യേശു പ്രവർത്തിക്കും. ബുദ്ധി പറയും ഈ കടം മാറുമോ, കാരണം ഒരു സോഴ്സ് കാണുന്നില്ല. ലോകപ്രകാരം ചിന്തിച്ചാൽ സോഴ്സ് ഇല്ലാതെ എങ്ങനെയാ കാര്യം നടക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. മകനെ നിനക്ക് വേണ്ടി പുതിയ സോഴ്സ് ഉണ്ടാക്കി ആ സോഴ്സിലൂടെ നിന്നെ സഹായിക്കാൻ യേശുവിന് കഴിയും. അതാണ് യേശു. രോഗം മാറാൻ ഒരു സാധ്യതയല്ല, അല്ലേ? കാരണം റിപ്പോർട്ടുകൾ അങ്ങനെ പറയുന്നു. സ്കാൻ റിപ്പോർട്ട് പറയുന്നു, വിദഗ്ധരായ ഡോക്ടർ പറയുന്നു, നോ ചാൻസ്, ഡേയ്സ് ആർ നമ്പേർഡ്. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ യേശു പറയും ഡേയ്സ് ആർ നോട്ട് നമ്പേർഡ്, നിനക്ക് ആയുസ് കൂട്ടിത്തരും. ഹിസ്കിയാവിനോട് കർത്താവ് പറഞ്ഞു, പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, സെറ്റ് യുവർ അഫേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നിശ്ചയമാണ്. പക്ഷേ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അതേ പ്രവാചകനിലൂടെ ജീവനുള്ള ദൈവം പറഞ്ഞു, ഞാൻ അവൻ്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കുന്നുവെന്ന്. അതാണ് ജീവനുള്ള ദൈവം, അതാണ് ദൈവത്തിൻ്റെ ശക്തി. എൻ്റെ പ്രിയരെ, നാം കല്ലിനെയോ മരത്തിനെയോ മണ്ണിനെയോ അല്ല ആരാധിക്കുന്നത്. നാം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ അല്ല ആരാധിക്കുന്നത്. ഈ ഭൂമിയിലെ നിർജീവങ്ങളായ ഏതെങ്കിലും വസ്തുക്കളെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവം, കാതുള്ള ദൈവം, കണ്ണുള്ള ദൈവം, ഹൃദയമുള്ള ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം, കൈയുള്ള ദൈവം, ചെവിയുള്ള ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം പ്രവർത്തിക്കും. കാലുകളുള്ള ദൈവം, അതേ ആ ജീവനുള്ള ക്രിസ്തു, അവൻ നടന്ന് നടന്ന് മകനെ നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. മകളെ, നീ അവശയായി ബെഡ് റിഡനായി കിടക്കുകയാണോ? നാളുകളായി എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. മകളെ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അരികിലേക്ക് നടന്ന് നടന്ന് യേശു വരും. യേശുവിൻ്റെ കരം നീണ്ടു നീണ്ടു വന്ന് മകളെ നിന്റെ തലോടും. ഇത് വെറും വ്യാമോഹിപ്പിക്കുന്ന വാക്കുകളല്ല, ഇതെല്ലാം സത്യമായ അനുഭവങ്ങളാണ്, ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിച്ചതുമായ സത്യങ്ങളാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണ്, അറിവിൻ്റെ ജീവിതമല്ല, അനുഭവങ്ങൾ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കർത്താവിന് സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്ന മന്ത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പേപ്പറിലൊന്ന് എഴുതി വയ്ക്കേ, ഒരു വൈറ്റ് പേപ്പറിലൊന്ന് എഴുതി വയ്ക്കേ. എല്ലാം എഴുതിക്കോ, ചെറുതും വലുതും ഒക്കെ എഴുതിക്കോ. നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും എഴുതിക്കോ. അസാധ്യമെന്ന് മനുഷ്യദൃഷ്ടിയിൽ അല്ലെങ്കിൽ രോഗം മാറിയില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം എഴുതിക്കോ. വേണേ റിപ്പോർട്ടും കൂടെ വെച്ചോ. എന്നിട്ട് എല്ലാം എഴുതിയിട്ട് ശേഷം അവസാനം എഴുതി വെക്കണം, എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്, എൻ്റെ ദൈവം വീരനാം ദൈവമാണ്, എൻ്റെ ദൈവം സമാധാന പ്രഭുവാണ്, എൻ്റെ ദൈവം നിത്യ ദൈവമാണ്, എൻ്റെ ദൈവം ആധിപത്യം തോളിലുള്ളവനാണ്, അവൻ അസാധ്യമായതൊന്നുമില്ല എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഹല്ലേലൂയ. എഴുതുന്നത് പേപ്പറിൽ മാത്രമായിരിക്കരുത്, നിങ്ങളുടെ ഹൃദയപ്പലകമേൽ എഴുതണം. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ വീണ്ടും വായിച്ചു. പണ്ട് വായിച്ചിട്ടുണ്ട്. അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെന്താ അങ്ങനെ? സർവശക്തനായ ദൈവത്തിന്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് മനുഷ്യന്റെ സഹായം വേണമോ? വേണം. എവിടെ? വിശ്വാസത്തിൽ. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ വിശ്വാസമാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ നിങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരുന്ന ചാനൽ. നിനക്ക് വിശ്വസിക്കാമോ മോനെ? എൻ്റെ ജീവിതം മാറും, എനിക്കൊരു ഭവനം കിട്ടും, എൻ്റെ ഇന്നത്തെ സ്ഥിതി മാറും, എൻ്റെ ആത്മീയ സ്ഥിതി മാറും, എൻ്റെ ഭൗതിക സ്ഥിതി മാറും, എൻ്റെ സാമ്പത്തിക സ്ഥിതി മാറും, എൻ്റെ രോഗത്തിൻ്റെ സ്ഥിതി മാറും, എൻ്റെ നിരാശ മാറും, എൻ്റെ കുടുംബത്തിലെ കലഹം മാറും, എൻ്റെ പ്രതിസന്ധി മാറും. ഇങ്ങനെ 100 കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഞാനത് ചെയ്തു തരുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവ് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. എനിക്കത് കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മനുഷ്യന്റെ വിശ്വാസം ദൈവപ്രവൃത്തിയെ വേഗത്തിലാക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയെ സാക്ഷാത്കരിക്കും. ദൈവിക വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുമാറാക്കും മനുഷ്യന്റെ വിശ്വാസം. എൻ്റെ യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. മകനെ, നീ കുപ്പയിൽ കിടക്കുന്നവനാണെങ്കിലും കുപ്പയിൽ നിന്ന് നിന്നെ ഉയർത്താൻ യേശുവിന് കഴിയും. മകളെ, നീ പൊടിയിൽ കിടക്കുന്നവളാണെങ്കിലും പൊടിയിൽ നിന്ന് നിന്നെ നിവർത്താൻ യേശുവിന് കഴിയും. ഞാൻ പറഞ്ഞത് ആത്മീയമായ പൊടിയിൽ നിന്നും
ആത്മീയമായ ചെളിയിൽ നിന്നും, ഭൗതികമായ പൊടിയിൽ നിന്നും, ഭൗതികമായ അവസ്ഥയിൽ നിന്നും, നിസ്സാരതയിൽ നിന്നും തന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. എത്രയെത്രയോ അനുഭവങ്ങളുണ്ട്. അല്ല, എൻ്റെ അനുഭവം അത് തന്നെ. ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും കൊതിച്ച് അത് ലഭിക്കാതിരുന്നപ്പോൾ നിരാശപ്പെട്ട് തല കുമ്പിട്ട് അപകർഷതാബോധത്തിൻ്റെ അടിമയായി കഴിഞ്ഞ എൻ്റെ ബാല്യകാലം, യൗവനത്തിലേക്ക് കാലൂന്നുമ്പോഴും ആ അപകർഷതാബോധം എന്നെ ബാധിച്ചിരുന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുവിന് വേണ്ടി ജീവിതം പറിച്ച ആ നിമിഷം മുതൽ എൻ്റെ യേശു എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ! എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിറയെ വിശ്വാസമാണ്, നിറയെ പ്രത്യാശയാണ്, നിറയെ എൻ്റെ കർത്താവിനോട് സ്നേഹമാണ്. എൻ്റെ യേശുവിനെ സാധ്യമായതൊന്നുമില്ല. കാരണം എൻ്റെ അനുഭവം അതാണ്. കൊപ്പയിൽ കിടന്നവനെ ഉയർത്തിയത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചു. മറ്റാരുടെ അനുഭവം കേട്ടിട്ടല്ല പ്രിയരെ. അനുഭവങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുഭവം തന്നു. എനിക്കിനി അതുപോലെ ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. മകളെ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവം തന്നു നിന്നെ ആത്മീയമായും ഭൗതികമായി അനുഗ്രഹിക്കും കർത്താവ്. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കിട്ടണം. കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം. നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിങ്ങൾ സ്കൂളിൽ ചേർന്നിട്ടുണ്ട്, കോളേജിൽ ചേർന്നിട്ടുണ്ട്, ഹയർ സ്റ്റഡീസിന് ചേർന്നിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനായിട്ട് നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉടയവനും നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി യേശു നിങ്ങളോട് ചോദിക്കുന്നു, മോനെ, നിന്റെ ജീവിതം എനിക്ക് തരാമോ? എൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് തരാമോ? നിന്റെ ജീവിതം എനിക്ക് വേണ്ടി വിട്ടുതരാമോ എന്ന് നിങ്ങൾ സംശയിക്കാതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, നാഥ, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ ആയുസ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു നിങ്ങൾ പറഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതങ്ങളെ കരങ്ങളിൽ വഹിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. യേശു നിങ്ങളിൽ തൻ്റെ കരം വെച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്കും വരും കാലങ്ങളിൽ എഴുന്നേറ്റ് പറയാൻ പറ്റും, എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കണ്ണുനീർ കണ്ടു, എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചുവെന്ന്. കർത്താവിൻ്റെ സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. അനുഭവങ്ങളുടെ പരമ്പര അനുഭവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അനുദിനവും അനുനിമിഷവും യേശുവിനെ അനുഭവിച്ച് അനുഭവങ്ങളുടെ പിൻബലത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ മഹത്വപൂർണമായ അനുഭവത്തിലേക്കും അവസ്ഥയിലേക്കും നിങ്ങളെ കർത്താവ് മാടി വിളിക്കുന്നു. വരൂ, ഓടി വരൂ, യേശുവിൻ്റെ പാദത്തിൽ വീഴൂ, യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിക്കൂ, യേശുവിൻ്റെ പാദത്തിൽ നിങ്ങളുടെ ജീവിതം അർപ്പിക്കൂ. എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും കൗൺസിലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുമായി സംസാരിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ളവർ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് എല്ലാ നന്മകളാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ, അലങ്കരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.